أعوذ بالله من الشيطان الرجيم. أتى أمر الله فلا تستعجلوه سبحانه وتعالى عما يشركون. ينزل الملائكة بالروح من أمره على من يشاء من عباده أن أنذروا أنه لا إله إلا أنا فاتقون. خلق السماوات والأرض بالحق تعالى عما يشركون. خلق الإنسان من نطفة فإذا هو خصيم مبين. സൂറത്തുൻ നഹ്ൽ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ ഇനി ധൃതി കൂട്ടേണ്ടതില്ല. അവർ അവനിൽ ആരോപിക്കുന്ന പങ്കാളിത്തത്തിൽ നിന്നും എത്രയോ പരിശുദ്ധനാണവൻ. അവൻ്റെ കൽപ്പനകളാകുന്ന ദിവ്യ സന്ദേശങ്ങളെ മലക്കുകളിലൂടെ അവനുദ്ദേശിക്കുന്ന അവൻ്റെ അടിമകളിലേക്ക് അവതരിപ്പിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ നാമല്ലാതെ മറ്റൊരു ഇലാഹ് അഥവാ ദൈവമില്ലെന്നും അതിനാൽ എന്നോട് മാത്രം ഭയഭക്തിയുള്ളവരായി ജീവിക്കണമെന്നും മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണത്. അവൻ ആകാശഭൂമികളെ വളരെ യാഥാർത്ഥ്യത്തോടെ തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അവനിൽ പലതരം പങ്കാളികളെ ആക്കുന്നതിൽ നിന്നൊക്കെ എത്രയോ ഉന്നതനാണവൻ. ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് മനുഷ്യനെ അവൻ സൃഷ്ടിച്ചത്. എന്നിട്ട് അവനിതാ തെളിഞ്ഞ കുതർക്കിയായി മാറിയിരിക്കുന്നു. ഈ സൂറത്തിൻ്റെ പേര് അൻ-നഹ്ൽ അഥവാ തേനീച്ച എന്നാണ്. 68-ാമത്തെ ആയത്തിൽ തേനീച്ചയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. മക്കയിൽ വെച്ചാണ് ഈ ആയത്ത് അവതീർണമായത്, ഈ സൂറത്ത് അവതീർണമായത്. ഇതിൽ 128 ആയത്തുകളുണ്ട്. കഴിഞ്ഞ റമദാനിന് മുമ്പ് സൂറത്തുൽ ഹിജ്ർ വരെയാണ് വിശദീകരിച്ചത്. അപ്പോൾ അതിന് ശേഷം വിശദീകരിക്കേണ്ടത് ഈ സൂറത്തായിരുന്നു. പക്ഷേ റമദാനിൽ നമ്മൾ സൂറത്തുൽ ഇസ്രാ ആണ് വിവരിച്ചത്. ഇതിൻ്റെ ചെറിയൊരു വിശദീകരണം നൽകുകയാണ് ഇവിടെ ഓതിയ ആയത്തിൻ്റെ. വിശുദ്ധ ഖുർആനും പ്രവാചകനും മുന്നറിയിപ്പ് നൽകുന്ന ലോകാവസാനം, പരലോകം, മരണാനന്തര ജീവിതം, വിചാരണ, ദുർമാർഗികൾക്കും ധിക്കാരികൾക്കും അധർമ്മികൾക്കും നൽകപ്പെടുന്ന നരകശിക്ഷ, ഇതൊക്കെ വെറുതെ പറയുന്നതാണെന്നും അതൊന്നും ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞു നടക്കുന്ന മുശ്രിക്കുകൾ അഥവാ ബഹുദൈവ വിശ്വാസികൾ, നിരീശ്വരവാദികൾ, നമ്മുടെ എക്സ് മുസ്ലിങ്ങൾ അടക്കമുള്ളവർക്കൊക്കെയുള്ള മറുപടിയാണ് ഈ ആയത്തുകളിൽ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചു കാണാൻ നിങ്ങൾ ധൃതിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അത് സംഭവിക്കുക എന്നത് ഒരു അനിവാര്യതയാണ്. അത് നടപ്പാക്കാൻ നിശ്ചയിക്കപ്പെട്ട ഒരു കാലവും സമയവുമൊക്കെ ഉണ്ട്. അപ്പോൾ അതുവരേക്കുള്ള സകല തലമുറകളും ഇവിടെ ജനിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അവസാനമാണ് അതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതിനുള്ള കൽപ്പനയൊക്കെ ഇതാ വന്നെത്തിക്കഴിഞ്ഞു. ഇനി താമസമൊന്നുമില്ല. അള്ളാഹു നിശ്ചയിച്ച ആ കൃത്യസമയത്ത് അതൊക്കെ സംഭവിച്ചിരിക്കും. അതാണ് ആദ്യ ആയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. തുടർന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ പ്രവാചകന്മാർക്ക് മലക്കുകൾ മുഖേനയാണ് അയക്കുന്നത്. ആ പ്രവാചകന്മാർ തങ്ങൾക്ക് കിട്ടിയ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ വിവരിച്ചു കൊടുക്കുകയും അവർക്ക് പ്രായോഗികമായ പരിശീലനങ്ങളൊക്കെ നൽകുകയും ചെയ്യുന്നു. അവസാന ആയത്തിൽ പറഞ്ഞത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ്. മ്ലേച്ഛവും ഹീനവും നിസ്സാരവുമായ ഒരു ദ്രാവക കണത്തിൽ നിന്ന് അഥവാ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് ഓരോ മനുഷ്യനെയും അള്ളാഹു സൃഷ്ടിക്കുന്നത്. അവന് നല്ല തണ്ടും തടിയും ആരോഗ്യവും ഒക്കെ ലഭിക്കുമ്പോൾ അവൻ്റെ സൃഷ്ടാവിനെ അവൻ വെല്ലുവിളിക്കുകയാണ്.
അവൻ്റെ സൃഷ്ടിപ്പിൻ്റെയും മരണാന്തര ജീവിതത്തിൻ്റെയും കാര്യത്തിൽ അവൻ തർക്കിക്കുകയാണ്. ഇതാമത്തിന വക്കുന്ന തുറാബൻ ദാരിക റജും പഴയത്, മരിച്ച് മണ്ണായി കഴിഞ്ഞാൽ വീണ്ടും ജീവിപ്പിക്കപ്പെടുകയോ, അതൊരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ പരലോകത്ത് ഹാജരാക്കപ്പെടുമ്പോഴാണ് ആ ധിക്കാരത്തിൻ്റെയും നിഷേധത്തിൻ്റെയും ഒക്കെ പ്രത്യാഘാതങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ പോകുന്നത്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.